students, good morning. Today we are going to study the grammar portion. അപ്പോൾ നമ്മൾ സുദാമയും ശ്രീകൃഷ്ണൻ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് പഠിച്ചത്. കുറച്ച് ഭാഗമാണ് പഠിച്ചത്. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ മീനിങ്സും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ബാലൻസ് പോർഷൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചേ? 2 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു കഴിഞ്ഞിരുന്നു അല്ലേ? സുദാമ അവിടെ ഒന്നുകൂടി ഇത് റിവൈസ് ചെയ്യാം. द्वारपाल ने किसके आने की सूचना श्रीकृष्ण को दी. ആര് വരുന്നെന്നുള്ളതാണ് സൂചനയാണ് കൊടുത്തത് द्वारपाल ने किसके आने की सूचना श्रीकृष्ण को दी. द्वारपाल एक अतिथि आने की सूचना, एक आदमी आने की सूचना श्रीकृष्ण को दी. नेक्स्ट सुदामा का शरीर कैसा था? सुदामा का शरीर दुबला पतला था. ओके, अंडरस्टैंड. नेक्स्ट सुदामा को देखकर श्री कृष्ण ने क्या किया? थर्ड क्वेश्चन अല്ലേ? ഇവിടെ ഒന്നുകൂടി ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? द्वारपाल ने किसके आने की सूचना श्री कृष्ण को दी. द्वारपाल ने एक ആത്മീ ഒരു വ്യക്തിയാണ് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ द्वारपालनी एक आदमी आने की सूचना श्री कृष्ण को दी. श्री कृष्ण को दी. सुदामा का शरीर कैसा था? सुदामा का शरीर എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. സുദാമാ का शरीर दुबला पतला था. दुबला पतला था. വളരെ ക്ഷീണിതനായിരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. द्वारपाल ने एक आदमी आने की सूचना श्री कृष्ण को दी. तो सेकंड क्वेश्चन का आंसर सुदामा का शरीर कैसा? എങ്ങനെയുള്ളതായിരുന്നു സുദാമാവിന്റെ ശരീരം? എങ്ങനെയുള്ളതായിരുന്നു സുദാമാവിന്റെ ശരീരം? സുദാമാവിന്റെ ശരീരം ദുബല പതലാത്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? सुदामा को देखकर श्री कृष्ण ने क्या किया? सुदामा को देखकर श्री कृष्ण ने क्या किया? സുദാമാവിനെ കണ്ടിട്ട് ശ്രീകൃഷ്ണൻ എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. എന്ത് ചെയ്തു എന്നാണ് ചോദിച്ചത്. പേജ് നമ്പർ 74-ലുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കാം. അപ്പം എന്താണ് പറഞ്ഞത്? സുദാമാ के पास जाकर उसको गले लगते हैं. എന്ത് ചെയ്തു? ഓടിച്ചെന്ന് ഗലയിലേക്ക് കഴുത്തിക്കൂടി കെട്ടിപ്പിടിക്കുക. അങ്ങനെ കെട്ടിപ്പിടിച്ചു എന്നുള്ള അർത്ഥമാണ്. കെട്ടിപ്പിടിക്കുന്നതിനെയാണ് പറയുന്നത് സുദാമാ को देखकर श्रीकृष्ण ने എന്താണ് ചെയ്തത്? सुदामा के पास जाकर उसको गले लगते हैं. क्वेश्चन आंसर എന്താണ്? सुदामा के श्री कृष्ण ने श्री कृष्ण ले
कृष्ण ने सुदामा के पास जाकर उसको गले लगते हैं। उसको ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. उसको गले लगते हैं. उसको गले लगते हैं. थर्ड क्वेश्चन आंसर എന്താണ്? सुदामा को देखकर श्री कृष्ण ने क्या किया? എന്താണ് ശ്രീകൃഷ്ണനെ കണ്ടിട്ട് സുദാമാവിനെ കണ്ടിട്ട് ശ്രീകൃഷ്ണൻ എന്താണ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണനെ सुदामा के पास जाकर उसको गले लगते हैं. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അതാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ സുദാമാവിന്റെ അടുത്ത് പോയി എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ചു. ഓക്കെ, അപ്പോൾ സെന്റൻസ് ആയിട്ട് ഇനിയും നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? सुदामा को देखकर श्री कृष्ण ने सुदामा के पास जाकर उसको गले लगते हैं. മനസ്സിലായോ? ശ്രീകൃഷ്ണനെ all of you look at the word ശ്രീകൃഷ്ണനെ सुदामा के पास जाकर उसको गले लगते हैं. फोर्थ क्वेश्चन എന്താണ്? सुदामा के पैरों में क्या छुपे हुए थे? സുദാമക്ക് കാലിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? കാല് കുറേ മുറിവൊക്കെ ഉണ്ടായിരുന്നല്ലേ? ചുറ്റുപാടമൊക്കെ കണക്ക് പൊട്ടി മുള്ളൊക്കെ കൊണ്ട് ഒരുപാട് ദൂരം ചെരുപ്പൊന്നും ഇടാതെ നടന്നു വന്നതാണ്. കാട്ടേ सुदामा के पैरों में कांटे छुपे हुए थे. എന്തായിരുന്നു? കാട്ടേ. ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? फोर्थ क्वेश्चन सुदामा के पैरों में सुदामा के पैरों में कांटे മുള്ളുകൾ കൊണ്ടുണ്ടായിരുന്നു. कांटे छुपे हुए थे. कांटे छुपे हुए थे. कांटे सुदामा के पैरों में कांटे छुपे हुए थे. എന്തായിരുന്നു കൊണ്ടിട്ടുള്ളത്? കാലില് മുള്ളുകൾ കൊണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? पैरों में सुदामा के पैरों में कांटे छुपे हुए थे. അപ്പോൾ थर्ड क्वेश्चन आंसर എന്തായിരുന്നു? सुदामा को देखकर श्री कृष्ण ने क्या किया? श्री कृष्ण ने सुदामा के पास जाकर उसको गले लगते हैं. फोर्थ എന്താണ്? सुदामा के पैरों में कांटे छुपे हुए थे. पैरों में कांटे छुपे हुए थे. all of you study well. മനസ്സിലായോ? सुदामा की हालत देखकर श्री कृष्ण की आंखों में क्या आए? ശ്രീകൃഷ്ണൻ അല്ലേ? ശ്രീകൃഷ്ണന് സുദാമാവിന്റെ അവസ്ഥ കണ്ടിട്ട് എന്ത് വന്നു എന്നാണ്? കണ്ണുകളിൽ നിന്ന് എന്ത് വന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? सुदामा की हालत देखकर श्री कृष्ण की आंखों में आंसू आए. കണ്ണുനീർ വന്നു. കണ്ണുനീർ എന്താണ് വരുന്നത്? കണ്ണുനീർ അല്ലേ? ഫിഫ്ത്ത് क्वेश्चन सुदामा की
सुदामा की हालत देखकर सुदामा की हालत देखकर श्री कृष्ण की आंखों में श्री कृष्ण की आंखों में ശ്രീകൃഷ്ണന്റെ കണ്ണുകളിൽ നിന്ന് ശ്രീകൃഷ്ണ की आंखों में आंसू आए कണ്ണുനീർ आंसू आए എന്താണ് വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. सुदामा की हालत देखकर श्री कृष्ण की आंखों में आंसू आए. The last question. सुदामा की हालत देखकर श्री कृष्ण की आंखों में आंसू आए. सुदामा श्री कृष्णൻ അല്ലേ? സുദാമയെ കണ്ടിട്ട് हालत अवस्था कंडीशन देखकर കണ്ടിട്ട് श्री कृष्ण की आंखों में श्री कृष्णന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുകളിൽ നിന്ന് ആംസു ആകെ കണ്ണുനീർ വന്നു. സുദാമ की हालत देखकर श्री कृष्ण की आंखों में आंसू आए. once again മൂന്ന് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. सुदामा का देखकर श्री कृष्ण ने क्या किया? सुदामा को देखकर श्री कृष्ण ने എന്ത് ചെയ്തു? श्रीकृष्ण के पास श्री कृष्ण ने सुदामा को देखकर सुदामा के पास जाकर गले लगते हैं. ओടി ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. सुदामा के पैरों में क्या छुपे हुए थे? സുദാമയുടെ കാലുകളിൽ എന്താണ് കൊണ്ടിരുന്നത്? कांटे छुपे हुए थे. नेक्स्ट क्वेश्चन. सुदामा की हालत देखकर श्री कृष्ण की आंखों में क्या आए? സുദാമയെ കണ്ടിട്ട് ശ്രീകൃഷ്ണന്റെ കണ്ണുകളിൽ നിന്ന് എന്താണ് വന്നത്? सुदामा की हालत देखकर श्री कृष्ण की आंखों में आंसू आए. ശ്രീകൃഷ്ണനെ കണ്ടിട്ട് സുദാമയെ കണ്ടിട്ട് ശ്രീകൃഷ്ണന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു. നെക്സ്റ്റ് എന്താണ്? ശ്രീകൃഷ്ണ കഹാ കെ രാജാ थे. ലിഖിതത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രീകൃഷ്ണ കഹാ കെ രാജാ थे. ശ്രീകൃഷ്ണ എവിടുത്തെ രാജാവാണ്? ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ലിഖിതത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. श्रीकृष्ण कहाँ के राजा थे? अयोध्या के राजा थे. എവിടുത്തെ രാജാവായിരുന്നു? അയോധ്യയിലെ രാജാവായിരുന്നു ശ്രീകൃഷ്ണൻ. अयोध्या के राजा थे. सेकंड क्वेश्चन എന്താണ്? श्री कृष्ण के बचपन का मित्र कौन था? श्री कृष्ण का बचपन का मित्र कौन था? ആരായിരുന്നു? श्री कृष्ण के बचपन में स्टार्ट ऑर्डर कालम बचपन के
മിത്ര സുധാമ ആരായിരുന്നു? ആയിരുന്നു. നെക്സ്റ്റ് थर्ड सुदामा को श्री कृष्ण ने कहाँ पर बिठाया? सुदामा को श्री कृष्ण ने सुदामा को श्री कृष्ण ने सिंहासन पर बिठाया. सिंहासन पर बिठाया. नेक्स्ट क्वेश्चन श्री कृष्ण ने सुदामा के पैर क्यों धोए? എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണന്റെ കാലുകൾ അദ്ദേഹം തുടച്ചത്? എന്തുകൊണ്ടായിരുന്നു കാലുകൾ തുടച്ചത്? ശ്രീകൃഷ്ണക്ക് കാലിൽ എന്തൊക്കെയായിരുന്നു? മുറിവുകളായിരുന്നു അല്ലേ? पैरों में तो कांटे चुभे हुए थे. बीमारियों से रक्त बह रहा है. बीमारियों से रक्त बह रहा है. इसलिए श्री कृष्ण ने सुदामा के पैर धोए. तो मूന്ന് क्वेश्चन आंसर നമുക്ക് പഠിക്കാം. फर्स्ट क्वेश्चन श्री कृष्ण कहाँ के राजा थे? എവിടുത്തെ രാജാവായിരുന്നു ശ്രീകൃഷ്ണ? श्रीकृष्ण अयोध्या के राजा थे. श्रीकृष्ण अयोध्या राजावाയിരുന്നു. श्रीकृष्ण के राजा थे. नेक्स्ट श्रीकृष्ण के बचपन का मित्र कौन था? श्रीकृष्ण के बचपन का मित्र सुदामा था. ആരായിരുന്നു ശ്രീകൃഷ്ണന്റെ കുട്ടിക്കാലത്തെ സുഹൃത്ത്? ആരായിരുന്നു എന്നായിരുന്നു ചോദ്യം. ആരായിരുന്നു? സുദാമ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സുദാമ को श्री कृष्ण ने कहाँ पर बिठाया? सुदामा को श्री कृष्ण ने सिंहासन पर बिठाया. എവിടെയാണ് കയറ്റി ഇരുത്തിയതെന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ലാസ്റ്റ് വൺ തേർഡ് വൺ സുദാമ को श्री कृष्ण ने सिंहासन पर बिठाया. ശ്രീകൃഷ്ണനെ സിംഹാസനത്തിലാണ് കയറ്റിയിരുത്തിയിരുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? फोर्थ क्वेश्चन श्री कृष्ण ने सुदामा के पैर क्यों धोए? श्री कृष्ण ने सुदामा के पैर क्यों धोए? सुदामा के पैर में बीमारियों से रक्त बह रहा है. इसलिए श्री कृष्ण ने धोए. सुदामा के पैरों में सुदामा माँ के पैरों में सुदामा के पैरों में बीमारियों से विवाहियों विवाहियों से रक्त बह रहा है. इसलिए
ശ്രീകൃഷ്ണനെ इसलिए श्री कृष्ण ने सुदामा के पैर धोए। इसलिए श्री कृष्ण ने सुदामा के पैर धोए। सुदामा के पैरों में बीमारियों से रक्त बह रहा है। സുദാമായുടെ കാലിലെ ചുടുപാടത്താലൊക്കെ രക്തം ഒഴുകി വരുമായിരുന്നു. അതുകൊണ്ടാണ് इसलिए श्री कृष्ण ने सुदामा के पैर धोए। नेक्स्ट क्वेश्चन എന്താണ്? सुदामा की पत्नी ने क्या भेजा था? सुदामा की पत्नी ने उत्तर सुदामा की पत्नी वाइफ सुदामा की पत्नी ने ചാവൽ എന്തായിരുന്നു കൊടുത്തയച്ചിട്ടുള്ളതെന്നാണ് ചോദിച്ചിരുന്നത്. അവര് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട്. ചാവൽ भेजा था। सुदामा की पत्नी ने चावल भेजा था। नेक्स्ट सुदामा को खाना किसने खिलाया? सुदामा को खाना किसने खिलाया? सुदामा को खाना किसने खिलाया? ആരായിരുന്നു ഫുഡ് വാരി കൊടുത്തത്? ചോറ് വാരി കൊടുത്തത് ആരാണ്? ഭോജൻ സുദാമ. അച്ഛാ കണ്ടു നോക്കി, ശ്രീകൃഷ്ണൻ അല്ലേ? ആരായിരുന്നു കൊണ്ടു കൊടുത്തത്? ആരാ കൊണ്ടു കൊടുത്തത്? സേവകായിരുന്നു കൊണ്ടു കൊടുത്തത് അല്ലേ? सुदामा को खाना किसने खिलाया? सुदामा को खाना श्री कृष्ण ने खिलाया। सुदामा को भोजन श्री कृष्ण ने खिलाया। श्री कृष्ण ने खिलाया। फोर्थ वन, श्री कृष्ण ने सुदामा के पैर क्यों धोए? श्री कृष्ण ने सुदामा के पैर क्यों धोए? सुदामा के पैरों में बीमारियों से रक्त बह रहा है, इसलिए श्री कृष्ण ने सुदामा के पैर धोए। फिफ्थ എന്താണ്? सुदामा की पत्नी ने क्या भेजा था? सुदामा की पत्नी ने चावल भेजा था। सिक्स्थ वन എന്താണ്? सुदामा की खाना किसने खिलाया? सुदामा को भोजन അല്ല ഖാന രണ്ടും ഒരു അർത്ഥമാണ്. ഖാന ആഹാരം. ആരാണ് വാരി കൊടുത്തത്? ശ്രീകൃഷ്ണനെ ഖിലായ. ശ്രീകൃഷ്ണനെ ഖിലായ. ഒന്നുകൂടി പറയാം. ശ്രീകൃഷ്ണ कहाँ के राजा थे? श्री कृष्ण कहाँ के राजा थे? श्री कृष्ण अयोध्या के राजा थे। श्री कृष्ण के बचपन का मित्र कौन था? श्री कृष्ण के बचपन का मित्र ആരായിരുന്നു? കുട്ടിക്കാലത്തെ സുഹൃത്ത് ആരായിരുന്നു? സുദാമ थे। श्री कृष्ण के बचपन का मित्र सुदामा था। सुदामा को श्री कृष्ण ने कहाँ पर बिठाया? ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്തു? സിംഹാസനത്തിൽ
ഇരുത്തി. എവിടെയാണ് ഇരുത്തിയെന്നാണ് ക്വസ്റ്റ്യൻ. सुदामा को श्री कृष्ण ने सिंहासन पर बिठाया. फोर्थ वन, श्री कृष्ण ने सुदामा के पैर क्यों धोए. श्री कृष्ण ने सुदामा के पैर क्यों धोए. श्री कृष्ण ने सुदामा के पैर എന്താണ് ശ്രീകൃഷ്ണന്റെ ശ്രീകൃഷ്ണൻ എന്തിനാണ് കാലുകൾ കഴുകി തുടച്ചു കൊടുത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു. സുദാമാക്കെ പയർ വിവായോംസേ രക്തബഗ് രഹാകെ. എന്തായിരുന്നു മുറിവുകൾ അല്ലെ, ചുടുവാദം ഒക്കെ ആകുമ്പോൾ കാലിങ്ങനെ വിണ്ടു കീറി രക്തം വരും. അതിനെയാണ് നമ്മൾ വിവായോംസ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ നടന്ന് ക്ഷീണിച്ച് കാലിന് മുറിവൊക്കെ ആയിരുന്നു. കാട്ടൻ ചെന്ന മുള്ളുകളൊക്കെ കൊണ്ടിട്ടുള്ള മുറിവുകൾ. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണ सुदामा के पैरों में विवाहियों से रक्त बग रखा है, इसलिए श्री कृष्ण ने सुदामा के पैर धोए. नेक्स्ट क्वेश्चन है फिफ्थ वन. सुदामा की पत्नी ने क्या भेजा था. എന്തായിരുന്നു കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ശ്രീകൃഷ്ണനെ കാണാൻ വരുന്ന സമയത്ത് സുദാമയുടെ പത്നി എന്തായിരുന്നു കൊടുത്തു വിട്ടിട്ടുള്ളത്. എന്താണ് സുദാമ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത്. അവലായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്. സുദാമാക്കി പത്നിനെ ചാവൽ ഭേജാ था. നെക്സ്റ്റ് വൺ, സുദാമാക്കോ ഖാന കിസ്നെ ഖിലായ. സുദാമയ്ക്ക് ഫുഡ് ആരാണ് വാരി കൊടുത്തത്. ആരാ. ശ്രീകൃഷ്ണൻ അല്ലേ. ശ്രീകൃഷ്ണനായിട്ട് ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിച്ചത്. സുദാമാക്കോ ഖാന ശ്രീകൃഷ്ണനെ खिलाया. ശ്രീകൃഷ്ണനെ ഖിലായ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയായിരുന്നു പഠിച്ചത്. ബാലൻസ് 3 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു. അതിനുശേഷം ലിഖിതത്തിലെ 6 ക്വസ്റ്റ്യൻ ആൻസറും എഴുതി അല്ലേ. മനസ്സിലായോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ മനസ്സിലായോ. അപ്പോൾ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് സഖി विकल्प पर सही का निशान लगाइए എന്നാണ്. അതിനുശേഷം किसने कहा, किससे कहा, उचित शब्द चुनकर रिक्त स्थान भरिए. नेक्स्ट पढ़िए, समझिए और लिखिए. नेक्स्ट सही वर्णों के नीचे ओ और ऊ की मात्रा लगाकर शब्द लिखिए, देखिए, समझिए और लिखिए. नेक्स्ट सही विकल्प पर सही का निशान लगाइए എന്നുള്ളതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു. ശയന കക്ഷ का अर्थ क्या है. ശയന കക്ഷ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പത്നി കാ കമര, സോനെ കാ കമര, അതിഥി കാ കമര. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പം ശയന കക്ഷ എന്നുള്ളതിന്റെ അർത്ഥം എന്തായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. എന്താണ് ശയന കക്ഷ, ഉറങ്ങുവാനുള്ള മുറി അല്ലേ. സോനേക കമ്ര, പട്നേക കമ്രയാണോ. പട്നേക കമ്ര എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റഡി റൂം ആയിരുന്നു അല്ലേ. അതിഥിക കമ്ര എന്ന് പറയുന്നത് എന്താണ് ഗസ്റ്റിനുള്ള മുറിയാണ്. അപ്പം ലാസ്റ്റ് എന്താണ് സോനേക കമ്ര. ശയന കക്ഷ എന്തായിരുന്നു. सोने का कमरा. सोने मीन्स उड़ूंगा. सोने का कमरा. सोने का कमरा. नेक्स्ट, सुदामा के आने की सूचना श्री कृष्ण को किसने थी. मंत्री ने, द्वारपाल ने, कोतवाल ने. സുദാമ വരുന്നുള്ള സൂചന കൊടുത്തിരുന്നത് ആരാണ്. സുദാമ ഒരു വ്യക്തി പുറത്ത് വന്ന് നിൽക്കുന്നു എന്നുള്ള സൂചന ശ്രീകൃഷ്ണന് കൊടുത്തത് ആരാണ്. ദ്വാരപാലൻ.
द्वारपालिनी 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 നെക്സ്റ്റ് എന്താണ് തേർഡ് ശ്രീകൃഷ്ണ കഹാ കെ രാജാ थे നമ്മളത് പഠിച്ചതാണ് എവിടുത്തെ രാജാവായിരുന്നു ശ്രീകൃഷ്ണൻ അയോധ്യ അയോധ്യ കെ രാജാ ഓക്കെ അയോധ്യയിലെ രാജാവായിരുന്നു ശ്രീകൃഷ്ണൻ നെക്സ്റ്റ് എന്താണ് നിർധന മിത്ര को डैश नहीं चाहिए भूलना അല്ലേ बुलाना भोजन कराना ആദ്യത്തെ ആൻസർ ആണ് ഒരിക്കലും മറക്കാൻ പാടില്ല भूलना എന്താണ് सुदामा को श्री कृष्ण ने कहाँ पर बिठाया जमीन पर आसन पर सिंहासन पर എവിടെയാണ് എത്തിയത് സിംഹാസനത്തിലാണ് എത്തിയത് അല്ലേ ഒന്നുകൂടി പറയാം ദ ഫസ്റ്റ് വൺ शयन कक्ष का अर्थ क्या है शयन कक्ष का अर्थ है सोने का कमरा उറങ്ങുന്ന മുറി सुदामा के आने की सूचना श्री कृष्ण को किसने दी सुदामा के आने की सूचना श्री कृष्ण को द्वारपाल ने दी श्री कृष्ण कहाँ के राजा थे श्री कृष्ण कहाँ के राजा थे श्री कृष्ण अयोध्या के राजा थे नेक्स्ट निर्धन मित्र को भूलना नहीं चाहिए നിർധന മിത്ര को भूलना नहीं चाहिए ഒരിക്കലും മറക്കരുത് सुदामा को श्री कृष्ण ने कहाँ पर बिठाया सुदामा को श्री कृष्ण ने कहाँ पर बिठाया जमीन पर आसन पर सिंहासन पर ഏതായിരുന്നു ആൻസർ सुदामा को श्री कृष्ण ने सिंहासन पर बिठाയ ശ്രീകൃഷ്ണൻ സുദാമാവിനെ സിംഹാസനത്തിലാണ് കയറ്റിയിരുത്തിയത് അല്ലേ അപ്പൊ ഇന്ന് എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത് മൗഖികയിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു ലിഖിതിലെ 6 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു നെക്സ്റ്റ് വസ്തുനിഷ്ഠ പ്രശ്നത്തിൽ 5 ആൻസറും പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ ലിഖിതിൽ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ എഴുതുക മീൻസ് ഈ സഹി വികൽപ്പ് സഹി का निशान लगाइए ടെക്സ്റ്റിൽ തന്നെ നിങ്ങൾ ചെയ്യണം Okay children, balance portion grammar madam അടുത്ത ക്ലാസ്സിൽ എടുക്കാം. Okay children, let us wind up the class. See you tomorrow.